ഈ നോമ്പ് സമയത്ത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല വെജിറ്റബിൾ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ വെച്ചിട്ടുള്ള കട്ട്ലേറ്റാണ് കാണിക്കുന്നത്. ഇതിൽ കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള മസാല ആദ്യം റെഡിയാക്കി എടുക്കാം. ഒരു ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂണോളം മതിയാവും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളക്, ഒരു മീഡിയം സൈസ് ഇഞ്ചി, പിന്നെ ഒരു 5 വെളുത്തുള്ളിൻ്റെ അല്ലി, ഇത് നല്ലവണ്ണം ചതച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട്. ഈ ഓയിലിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നത് വരെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് 2 ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് ട്രാൻസ്പാരൻ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുന്നത് ഇത് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉള്ളി കുറച്ച് ട്രാൻസ്പാരൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഞാൻ മല്ലിയില കൂടുതൽ എടുത്തിട്ടുണ്ട്, കറിവേപ്പില കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉള്ളി ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. ഇതിലേക്ക് ചിക്കൻ മസാല പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ചിക്കൻ മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് മുളക് പൊടി 1 ടീസ്പൂണോളം എടുത്താൽ മതി. എക്സ്ട്രാ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ മസാല പൊടി ചേർത്തത്. അത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ, നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ മസാല പൗഡർ ചേർത്തത്. ഈ കട്ട്ലേറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ചിക്കൻ ആദ്യം തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളവും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇത് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ടല്ല പൊടിച്ചെടുക്കുന്നത്, ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് കാണിച്ചു തരാം. ചിക്കൻ ഇതുപോലെ ജസ്റ്റ് കൈ കൊണ്ട് പൊടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഒരു 4 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്, ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും ഇങ്ങനത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലില്ലാത്ത ചിക്കനായിരിക്കും നല്ലത്. നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ഉള്ളി മസാലയിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഉള്ളിയിലെ മസാലയും പിന്നെ ചിക്കനും കൂടെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈ കട്ട്ലേറ്റിലേക്ക് 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ ടൈപ്പ് ഉരുളക്കിഴങ്ങാണ്. ഇത് നല്ലപോലെ വെള്ളമൊഴിച്ചിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ ഉടച്ചെടുക്കുക. കൈ കൊണ്ട് തന്നെ ഉടച്ചെടുത്താൽ മതി. നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമ്മുടെ ഈ ചിക്കൻ മസാലയിൽ ഇട്ട് കൊടുക്കുക. നമ്മളിത് വേവിക്കുമ്പോൾ നല്ലപോലെ വേവിച്ചെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ചെറിയ പീസസൊക്കെ നമ്മുടെ ഈ കട്ട്ലേറ്റിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ലപോലെ വേവിച്ചിട്ട് വേണം നമ്മൾ ഈ കട്ട്ലേറ്റിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ചിക്കനും ഈ ഉരുളക്കിഴങ്ങും എല്ലാം കൂടി യോജിക്കുന്ന വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്.
എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിലേക്കുള്ള ഫില്ലിങ് റെഡിയായി. കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് വേണം. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എടുത്തിരിക്കുന്ന സാധാരണ വൈറ്റ് ബ്രെഡാണ്. ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് ക്രംസ് ആക്കിയെടുക്കുക. അപ്പോൾ മിക്സിയുടെ ജാറിൽ നമുക്ക് ഓരോ ബ്രെഡ് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബ്രെഡ് ക്രംസ് ഒരു പരന്ന പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഈ പരന്ന പ്ലേറ്റിൽ മാറ്റുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കട്ട്ലേറ്റ് റോൾ ചെയ്തെടുക്കാൻ പറ്റും. ഇനി വേറൊരു ബൗൾ എടുക്കുന്നുണ്ട്. കുറച്ച് പരന്ന ബൗൾ തന്നെ എടുക്കുക. കുറച്ച് കുഴിയുള്ള പരന്ന ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ കട്ട്ലേറ്റ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം മതി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കുക. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ കട്ട്ലേറ്റ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ബാറ്റർ റെഡിയാക്കുന്നുണ്ട്. കുറച്ച് മൈദയും കുറച്ച് കോൺഫ്ലവറും വെച്ചിട്ടാണ്. സിമ്പിളാണ്. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബൗൾ എടുക്കുക. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. അതേ അളവിൽ തന്നെ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഫ്ലവറും സെയിം അളവിൽ തന്നെ എടുക്കുക. എന്നിട്ട് ഇതിലേക്കൊരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ ബാക്കി ചേർത്താൽ മതി. ഫുള്ളായിട്ട് ഒരുമിച്ച് ചേർക്കുമ്പോൾ ഈ ബാറ്റർ മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് ചേർത്തിട്ട് ബാക്കി ചേർത്താൽ മതി. ടോട്ടൽ ഒരു 1/2 കപ്പ് വെള്ളം ഈ ഒരു ക്വാണ്ടിറ്റിക്ക് വേണ്ടി വരും. ഈ ഒരു ബാറ്റർ നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റും ആണ്. സാധാരണ നമ്മൾ ചെയ്യുക എഗ്ഗിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള അധികം ഓയിലൊന്നും കുടിക്കാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റ് കിട്ടുകയും ചെയ്യും. ഇനി ബാക്കി വന്ന വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ കട്ട്ലേറ്റ് റോൾ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിന് കുറച്ച് എടുക്കുന്നുണ്ട്. കുറച്ച് ഭാഗം എടുത്താൽ മതി. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ബോൾ എടുത്തിട്ട് ഇതുപോലെ നല്ല പോലെ ബോളാക്കി എടുത്തിട്ട് അടുത്ത കൈ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തെടുക്കുക. കൈൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്ത് ഷേപ്പാക്കി എടുക്കുക. കണ്ടോ, ഇതുപോലെയാണ് ആക്കേണ്ടത്. ഇനി ഇത് നമ്മൾ എഗ്ഗിൽ മുക്കിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫോർക്ക് വെച്ചിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇതിൻ്റെ എല്ലാ സൈഡിലും എഗ്ഗ് ആകുന്ന വിധത്തിൽ ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ ഇട്ടിട്ട് 2 സൈഡും ഇതുപോലെ മാവാക്കിയെടുക്കുക. ഇനി കട്ട്ലേറ്റ് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും കോട്ടാകുന്ന വിധത്തിൽ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക. അധികം പ്രസ് ചെയ്യണം, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഈ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ.
ഇനി വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് കട്ട്ലേറ്റ് വെച്ച് കൊടുക്കാം. നമ്മളിത് ആദ്യം ഫ്രൈ ചെയ്യുന്ന സമയത്ത് തീ നല്ലോണം കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രൗൺ കളറാവും. അപ്പോൾ മൊത്തത്തിലങ്ങ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഇപ്പം ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് മറ്റേ സൈഡോടെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ കട്ട്ലറ്റ് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. കട്ട്ലറ്റ് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ മാറ്റാം. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാണ്. ഇനി സെയിം ഓയിലിലേക്ക് നമ്മൾ ബാക്കി വന്നിട്ടുള്ള കട്ട്ലറ്റ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ് റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ക്രിസ്പി ചിക്കൻ കട്ട്ലേറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നല്ല നല്ല റെസിപ്പീസ് കിട്ടാനായിട്ട് വീണ്ടും വീഡിയോസൊക്കെ കാണാൻ മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പീസിനായിട്ട് പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.